Yes, welcome back to Arcanic. So, മക്കളെ +1 പബ്ലിക് എക്സാമിന് വരാൻ ഒരുപാട് പ്രോബബിലിറ്റി ഉള്ള ഏറ്റവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമ്മൾ പറഞ്ഞു തരാണ്. ഒന്നും പഠിക്കാത്ത മക്കള് അറ്റ്ലീസ്റ്റ് ഈ ടോപ്പിക്സ് എങ്കിലും പഠിച്ചിട്ടേ എക്സാം ഹോളിലേക്ക് പോവാവൂ. ചാപ്റ്റർ ഏതാണ്? സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ നിന്ന് ആർട്ടി പറയുന്നത്. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ നിന്ന് 100% ചോദിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു പാർട്ടാണ് ലിമിറ്റിംഗ് റിയേജന്റും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം. ചിലപ്പോൾ ഡെഫിനിഷൻ ആയിരിക്കും പ്രോബ്ലം ആയിരിക്കും. ലിമിറ്റിംഗ് റിയേജന്റിന്റെ ഡെഫിനിഷൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്, അതും നോക്കി വെച്ചേക്കാം. അതിന്റെ പ്രോബ്ലംസും ചോദിക്കാം. അതേപോലെ തന്നെ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ അല്ലെ, ആ എല്ലാ ലോസും മക്കൾ പഠിക്കുക. അതില് എല്ലാം ചോദിക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ ഒരെണ്ണം വരാനുള്ള സാധ്യതയുണ്ട്. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ് അതിൽ പ്രോബബിലിറ്റി കൂടുതലാണ്. തരാണ് നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കൂടെ പറഞ്ഞേ. ഓൾറെഡി നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അതിന് ഇവിടുന്ന് ചോദിച്ചാലും മാർക്ക് കിട്ടും. അടുത്തത് രണ്ടാമത്തെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ എന്തായാലും ചോദിക്കുമെന്നുള്ളത് 100% ഉറപ്പുള്ളതാണ് ക്വാണ്ടം നമ്പേഴ്സ്. ഓരോ ക്വാണ്ടം നമ്പേഴ്സിന്റെയും പ്രത്യേകത പഠിക്കുക. എൽ വാല്യൂം എം വാല്യൂം എല്ലാം അസൈൻ ചെയ്യാൻ ഉറപ്പാണ് മക്കളെ. ദെൻ ആർട്ടി, ഞാൻ പറയുന്നത് ബോർ മോഡലാണ്. ആർട്ടി പറഞ്ഞത് ഏതാണ്? ബോർ മോഡൽ. ഞാൻ പറഞ്ഞത് കൊണ്ട് പറയാണെന്നാണ് പറഞ്ഞത് ബോർ മോഡല്. അപ്പൊ ബോർ മോഡൽ പഠിക്കുക, അതിന്റെ ലിമിറ്റേഷനും കാര്യങ്ങളും പഠിക്കുക. ഇനിയും പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഉണ്ട്. ഏറ്റവും പ്രധാനം നമുക്ക് 20 എണ്ണേ നിങ്ങൾ അലൗ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ എന്തെടുക്കുന്നില്ല, ബാക്കിയുള്ളത് പറയുന്നില്ല അല്ലെ. അടുത്തത് ക്ലാസിഫിക്കേഷൻ. മോഡേൺ പീരിയോഡിക് ടേബിൾ അതുപോലെ തന്നെ മെന്റലി പീരിയോഡിക് ടേബിൾ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. മക്കളെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോഡേൺ പീരിയോഡിക് ലോയും മെന്റലീവിന്റെ പീരിയോഡിക് ലോയും പഠിച്ചു വെക്കുക. അതിൽ ഒരെണ്ണം ഉറപ്പാണ്. അതേപോലെ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകതകൾ പഠിക്കാം. അടുത്ത ടോപ്പിക് ഇലക്ട്രോൺ ഗെയിൻ അയോണൈസേഷൻ എനർജി ആൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഈ ടോപ്പിക് അയോണൈസേഷൻ എനർജിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും ചേർന്നിട്ട് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ചിലപ്പോൾ എക്സെപ്ഷണൽ കേസ് ആയിരിക്കാം. ഓക്സിജനും ബെർലിയും ബോറോണും കാർബണും ഓക്സിജനും നൈട്രജനും അങ്ങനെയുള്ള ഫ്ലൂറിനും ക്ലോറിനും ഇതിൽ ഏതെങ്കിലും ഒരു കേസ് ആയിരിക്കും. ഓക്കെ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പറഞ്ഞ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉറപ്പുള്ള ടോപ്പിക് ആണ് മക്കളെ. അതിൽ ഫ്ലൂറിന്റെയും ഫ്ലോറിന്റെയും ഓക്സിജനെയും സൾഫറിനെയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അയോണൈസേഷൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയോ അയോണൈസേഷൻ എൻതാൽപ്പിയോ ഇതിൽ ഒരു ടോപ്പിക് മസ്റ്റ് ആണ്. അവിടെ നമുക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി പറയണമെന്നുണ്ട്, പക്ഷെ എല്ലാ ടോപ്പിക്കുകളും കൂടി പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരെണ്ണം കൂടി ഇവിടെ പറയാറ്റെ. 2, 4, 6 ആയി. ഇനി പറ്റൂല, 3 ചാപ്റ്റർ 6 പറ്റുള്ളൂ. 7ാമത്തെ ടോപ്പിക്കിലേക്ക് പോവുക അല്ലെ. കെമിക്കൽ ബോണ്ടിങ്. കെമിക്കൽ ബോണ്ടിങ്ങിലേക്ക് പോകുന്ന സമയത്ത് എന്താ 2 ബേസിക് കോൺസെപ്റ്റ് 2 4 6 7ാമത്തെ റെഡി. ന്യൂമറിക്കൽസ് മാത്സിൽ കുറച്ച്. ബോണ്ടിങ്ങിൽ നിന്ന് ഉറപ്പായും ചോദിക്കുക. BSCPR തിയറി വെച്ച് ഷേപ്പ് പ്രൊഡിക്റ്റ് ചെയ്യാൻ. അമോണിയ ആയിരിക്കാം, വാട്ടർ മോളിക്യൂൾ ആയിരിക്കാം, PCl5 ആയിരിക്കാം. പ്രോബ്ലി ഈ 3 തന്നെയാണ് ചോദിക്കാറ്. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടി. ബോണ്ട് ഓർഡർ കാൽക്കുലേഷൻ ആരോട് ചോദിക്കാനാ? ബോണ്ട് ഓർഡർ എന്താണെന്നും കൂടി പഠിച്ചു. ബോണ്ട് ഓർഡർ എന്താ പഠിക്കുക, ബോണ്ട് ഓർഡർ കാൽക്കുലേഷൻ പഠിക്കുക, ബോണ്ട് ഓർഡർ സിഗ്നിഫിക്കൻസ് പഠിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ തെർമോഡൈനാമിക്സ് ആണ്. തെർമോയിൽ നിന്ന് സ്പോണ്ടേനിറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കൽ ഡെൽറ്റ ജി ആയിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്. ഓക്കെ, സ്പോണ്ടേനിറ്റി ഡെൽറ്റ ജി ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ. എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ് എന്നും മക്കൾക്ക് അറിയിക്കണം. സ്പോണ്ടേനിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കൽസ്. ദെൻ എസ്എസ് ലോയോ അതുമായിട്ട് ബന്ധപ്പെട്ട എസ്എസ് ലോയും ന്യൂമറിക്കൽസും ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങില്ല. ഓക്കെ, 10 എസ്എസ് ലോയുടെ ന്യൂമറിക്കൽസ് അറിയാലോ, അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കൽസ് ഏതാണെന്ന് കുഞ്ഞുങ്ങൾക്ക് അറിയാലോ. ആ ന്യൂമറിക്കൽസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത ചാപ്റ്റർ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ ഉറപ്പായിട്ടും pH കാൽക്കുലേഷൻ എന്തായാലും ചോദിക്കും. pH കാൽക്കുലേഷൻ. pH കാൽക്കുലേഷൻ പഠിച്ചിട്ട് പോവാ. പിന്നെ അടുത്ത ടോപ്പിക് ആയിട്ട് എന്താ പറയുന്നത്, ബഫർ സൊല്യൂഷൻ ആണ്. ബഫർ സൊല്യൂഷൻ കോമൺ ആയ ഡെഫിനിഷൻ. ബഫർ സൊല്യൂഷൻ കോമൺ ആയ ഡെഫിനിഷൻ. ബഫറിന്റെയോ അല്ലെങ്കിൽ കോമൺ ആയ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരിട്ടിട്ട് അത്രയും ഇതായതുകൊണ്ട് ഇത് പറഞ്ഞുതരാണ് അല്ലെ. അടുത്ത നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് റിഡോക്സ് ആണ്. റിഡോക്സിൽ നിന്ന് ബാലൻസിങ് ആണ്. ബാലൻസിങ് ഉറപ്പായിട്ടും വരും, കാരണം കഴിഞ്ഞ എക്സാമിനും വന്നിട്ടില്ല. സോ ബാലൻസിങ് ഉറപ്പായിട്ട് പഠിക്കുക. ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ആ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷനിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പറയുന്നത് ഏതാണ്? ടൈപ്സിൽ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്പ്രപ്പോർഷനേഷനും അതിന്റെ എക്സാമ്പിളും ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ റിയാക്ഷൻ പഠിച്ചു വെക്കാതെ പോരുത്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താ? നെക്സ്റ്റ് ഓർഗാനിക്കിന്റെ 2 ചാപ്റ്റേഴ്സ് ആണ്. ഓർഗാനിക്കിന്റെ 2 ചാപ്റ്റർ. ഓർഗാനിക്കിന്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ചോദിക്കാൻ ലെസയൻസ് ടെസ്റ്റ്. ഫസ്റ്റ് ഓർഗാനിക് ബേസിക് പ്രിൻസിപ്പിൾ ലെസയൻസ് ടെസ്റ്റ് ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങില്ല. ലെസയൻസ് ടെസ്റ്റ്. ഓക്കെ,
അത് ഓർമ്മിച്ച് വെക്കുക. പിന്നെ വരുന്നത് ഇൻഡക്റ്റീവ് വെറ്റ് ഹൈപ്പർ കോഞ്ചുഗേഷൻ റെസൊണൻസ്. ഇതിലേതെങ്കിലും ഡെഫിനേഷൻ ചോദിക്കാറ്. അതില് മൊത്തം എഫക്റ്റുകൾ നമ്മൾ പറയുകയാണ്. അത് കട്ടി, അത് ഇൻഡക്റ്റീവ് വെറ്റ് കട്ടി, ഞാൻ അത് മാറ്റി. IUPAC നോമൻക്ലേച്ചർ അതില്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അല്ല, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഒക്കെ ചോദിക്കും, പക്ഷെ IUPAC നോമൻക്ലേച്ചർ. ഓർഗാനിക് 3 ടോപ്പിക് എടുക്കാൻ ഓർഗാനിക് 3 ടോപ്പിക്, IUPAC നോമൻക്ലേച്ചർ പ്ലസ് ഇൻഡക്റ്റീവ് വെറ്റ്. യെസ്. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഏതെങ്കിലും ഒന്ന്. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഏതെങ്കിലും ഒരെണ്ണം. ഇൻഡക്റ്റീവ് ആണ് ഏറ്റവും നമ്മൾ റെസൊണൻസ്. 18ാമത്തത്. അടുത്തത് പറയൂ. അത് ഹൈഡ്രോകാർബണിൽ ഹക്കിൾസ് റൂൾ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ഹക്കിൾസ് റൂൾ ഇല്ലാതെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരിക്കലും മോഡലിന് വന്നത് റിപ്പീറ്റ് ചെയ്യില്ല എന്നൊന്നും വിചാരിക്കേണ്ട. മാർക്കോണിക്കോഫ്സ് ആൻഡ് ആന്റി മാർക്ക്. അടുത്ത് മാർക്കോണിക്കോഫ്സ് റൂൾ ആൻഡ് ആന്റി മാർക്കോണിക്കോഫ്സ് റൂൾ. ഇനി 2 ചോദ്യങ്ങൾ കൂടി. 19 മാർക്കോണിക്കോഫ്സ് ആൻഡ് ആന്റി മാർക്കോണിക്കോഫ്സ് റൂൾ. എവിടെയോ നമ്പർ ഇട്ട് തെറ്റില്ലല്ലോ. മാർക്കോണിക്കോഫ്സ് റൂൾ ആൻഡ് ആന്റി മാർക്കോണിക്കോഫ്സ് റൂൾ. ലാസ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ. ഈഥെയിന്റെ കൺഫർമേഷൻ ഐസോമർ. ഈഥെയിന്റെ കൺഫർമേഷൻ ഇല്ല, തെറ്റില്ല. കൺഫർമേഷൻ ഐസോമർ ഓഫ് ഈഥെയിൻ. കൺഫർമേഷണൽ ഐസോമർ ഓഫ് ഈഥെയിൻ. ഐസോമർ ഓഫ് ഈഥെയിൻ. ഇത് പ്രഡിക്ഷൻ ഇതിന് പറയാൻ പറ്റില്ല കേട്ടോ. മോസ്റ്റ് പ്രോബബിൾ അല്ലേ ഞങ്ങൾ പറയുള്ളൂ. ഇതെന്ന് വന്നില്ലെന്ന് പറയാൻ വേണ്ടിട്ടല്ല, ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് മാത്രമാണിത്. ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ അവർ ഏത് ടൈപ്പാണ് നമ്മൾ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യം മാത്രമാണ്. അതെ. അപ്പൊ ഈ ഒരു 20 ടോപ്പിക്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പോവാ. വരാൻ ഏറ്റവും സാധ്യത കൂടിയ ടോപ്പിക്കുകളാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ടോപ്പിക്കുകളാണ്. അപ്പൊ ഒന്നും പഠിക്കാത്തവര് ആദ്യം ഈ ടോപ്പിക്കുകൾ പഠിക്കുക, എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് കടക്കുക. പഠിക്കാതെ പോകരുത്. യെസ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക കുഞ്ഞുങ്ങളെ. അതേപോലെ +1കാർക്ക് +2ലേക്കുള്ള നമ്മുടെ അഡ്മിഷൻ ഓൺലൈനിലും ഓഫ്ലൈനിലും മക്കളെ മനസ്സിലാക്കേണ്ട റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ട്. 1 വർഷത്തെ ഷെഡ്യൂൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് തരും. എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഫുൾ സപ്പോർട്ട്. മക്കളെ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. മക്കൾക്ക് അതിന് MCQയും കാര്യങ്ങളും. വളരെ ചെറിയ ഫീസ് മാത്രം 1499 രൂപ. ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും ക്വാളിറ്റി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ നിങ്ങളെ കൂടെ നോക്കുക, അത് തന്നെയാണ്, വേറൊന്നുമില്ല. നിങ്ങളെ കൂടെ ഈ ഒരു വർഷം നിങ്ങളെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ നല്ലൊരു മാർക്കിലേക്ക് ഞങ്ങൾ എത്തിക്കും. ഓക്കെ. അപ്പോ നമ്മൾ നിങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. നമ്മുടെ ഓരോ വീഡിയോയും ക്ലാസ് ഒക്കെ കാണുന്നത്. ആ ട്രസ്റ്റ് എന്നും നിലനിർത്തുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കുക, ഏറ്റവും നന്നായിട്ട് എക്സാം എഴുതുക. ബൈ.